നമസ്കാരം. സീൽ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മേക്കുന്ന് കനകമലയിൽ IS പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത സംഭവം കൂടുതൽ പേർക്കായി ഐ-ബ്യൂറോ മിലിറ്ററി ഇന്റലിജൻസ് സംഘം കണ്ണൂരിലേക്ക്. കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ല കേന്ദ്രീകരിച്ച് അന്വേഷണം ശക്തം. സ്വാശ്രയ മെഡിക്കൽ കോളേജ് പ്രവേശനത്തിൽ പരിയാരം മെഡിക്കൽ കോളേജിലെ ഫീസ് കുറയ്ക്കണമെന്നാവശ്യപ്പെട്ട് പരിയാരത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ പ്രതിഷേധ കൂട്ടായ്മയിൽ സംഘർഷം. പോലീസുമായി വാക്കേറ്റവും കയ്യാങ്കളിയും, റോഡ് ഉപരോധിച്ചു. KSRTC ബസ്സുകൾ ഉൾപ്പെടെ തടഞ്ഞു. പിണറായി വിജയന്റെ ധിക്കാരവും ധാർഷ്ട്യവുമാണ് സ്വാശ്രയ സമരത്തിനിടയാക്കിയതെന്ന് KPCC ജനറൽ സെക്രട്ടറി സതീശൻ പാച്ചേനി. സ്വാശ്രയ വിദ്യാഭ്യാസ കച്ചവടക്കാരെ കയറൂരി വിട്ട UDF-കാരാണ് സ്വാശ്രയത്തിന്റെ പേരിൽ നിരാഹാരം കിടക്കുന്നതെന്ന് CPM ജില്ലാ സെക്രട്ടറി P. ജയരാജൻ. കേരളത്തിൽ സ്വാശ്രയ കോളേജുകൾക്ക് അതിരുവിട്ട് അനുമതി നൽകിയത് AK ആന്റണിയെന്നും P. ജയരാജൻ. വിലക്കുറവും തൂക്കത്തിലുള്ള വ്യത്യാസവും മത്സ്യബന്ധന വള്ളങ്ങൾ കണ്ണൂർ മാപ്പിള ബേയിലേക്കും എത്തുന്നില്ല. വള്ളങ്ങൾ പോകുന്നത് അഴീക്കലിലേക്കും ചാമ്പോലയിലേക്കും. വിശദമായ വാർത്തകളിലേക്ക്. മേക്കുന്ന് കനകമലയിൽ നിന്ന് IS പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത പശ്ചാത്തലത്തിൽ സംഘത്തിൽപ്പെട്ട കൂടുതൽ പേരെ തേടി മിലിറ്ററി ഇന്റലിജൻസ് IB സംഘങ്ങൾ കണ്ണൂരിലെത്തി. കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകൾ കേന്ദ്രീകരിച്ച് സംഘം അന്വേഷണം നടത്തുകയാണ്. കനകമലയിലെ അറസ്റ്റിന് പിന്നാലെയാണ് സംഘങ്ങൾ കണ്ണൂരിലേക്ക് എത്തുന്നത്. ISന്റെ കേരള ഘടകമായി അറിയപ്പെടുന്ന അൻസാർ ഉൽ ഖലീഫയുടെ രൂപീകരണം നടന്നത് വളപട്ടണം, തലശ്ശേരി കേന്ദ്രീകരിച്ചാണെന്ന് NIA സംഘം കണ്ടെത്തിയിട്ടുണ്ട്. സിറിയയിലെ ഒമ്മാജിലെ മതപാഠശാലയിൽ നിന്നും പഠനം പൂർത്തിയാക്കിയ 35 പേരാണ് കേരളത്തിലെ ISന്റെ പ്രവർത്തകരെന്നാണ് കേന്ദ്ര സംസ്ഥാന രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ച വിവരം. നടപടികൾ ശക്തമായതോടെ സിറിയയിലെ മതശാല അടച്ചുപൂട്ടുകയും നിലവിൽ യമനിലാണ് ഇതിന്റെ പ്രവർത്തനമെന്നും റിപ്പോർട്ടുകളുണ്ട്. സലഫി പ്രസ്ഥാനത്തിൽ നിന്നും തെറ്റിപ്പിരിഞ്ഞവരാണ് അൻസാർ ഉൽ ഖലീഫയ്ക്ക് രൂപം നൽകിയതെന്നാണ് NIAയുടെ കണ്ടെത്തൽ. മലയാളികളായ യുവാക്കളെ കൂടുതൽ ആകർഷിക്കുന്നതിനായാണ് മാതൃഭാഷയിൽ തന്നെ സാമൂഹ്യ മാധ്യമം ഉപയോഗിക്കുന്നത്. IS കേരള ഘടകം വിദേശ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ വെച്ച് നവമാധ്യമങ്ങളിലൂടെയാണ് ഇവർ കേരളത്തിൽ കൂടിക്കാഴ്ച നിശ്ചയിക്കുക. സ്ഥലങ്ങളും ആളുകളും അടക്കമുള്ള വിവരങ്ങളും കൈമാറുന്നത് നവമാധ്യമങ്ങളിലൂടെ തന്നെ. ജില്ലയിൽ സമീപകാലത്ത് UAPA നിയമത്തിനെതിരെ നടന്ന പ്രതിഷേധ സംഗമങ്ങളെക്കുറിച്ച് രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം നടത്തുന്നുണ്ട്. അൻസാർ ഉൽ ഖലീഫ എന്ന സംഘടനയുടെ പേരിലുള്ള ഫേസ്ബുക്ക് അടക്കമുള്ള സമൂഹമാധ്യമ കൂട്ടായ്മയെ അയച്ച സന്ദേശങ്ങൾ നിരീക്ഷിച്ചും അതിലെ അംഗങ്ങളായുമാണ് 8 പേരെ പിടികൂടിയത്. അതേസമയം NIAയുടെ പിടിയിലായ IS ബന്ധമുള്ള യുവാക്കൾ സമൂഹമാധ്യമങ്ങളിലൂടെ അയച്ച സന്ദേശങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. 8 മാസം മുൻപാണ് തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി ചർച്ചകൾ നടത്തുന്നതിന് ടെലഗ്രാമിൽ ഇവർ പ്രത്യേക ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയത്. ന്യൂസ് ഡെസ്ക്, സീൽ ന്യൂസ്. പിണറായി വിജയന്റെ ധിക്കാരവും ധാർഷ്ട്യവുമാണ് സ്വാശ്രയ സമരത്തിനിടയാക്കിയതെന്നും മാനേജ്മെന്റിന്റെ കുടലൂത്തുകാരായി LDF സർക്കാർ മാറിയെന്നും KPCC ജനറൽ സെക്രട്ടറി സതീശൻ പാച്ചേനി. LDF സർക്കാരിന്റെ സ്വാശ്രയ അഴിമതിക്കെതിരെയും പരിയാരം മെഡിക്കൽ കോളേജിലെ ഫീസ് ഗവൺമെന്റ് കോളേജ് ഫീസിന് തുല്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കണ്ണൂർ, കാസർഗോഡ് യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരിയാരം മെഡിക്കൽ കോളേജിനു മുന്നിൽ നടത്തിയ പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സതീശൻ പാച്ചേനി. ഫീസ് കുറയ്ക്കാൻ സർക്കാർ തയ്യാറായില്ലെങ്കിൽ പരിയാരം മെഡിക്കൽ കോളേജിന് മുന്നിലടക്കം നിരാഹാര സത്യാഗ്രഹം നടത്തും. ഈ സ്വാശ്രയ വിദ്യാഭ്യാസ ഫീസ് കുറക്കണം. മാനേജ്മെന്റിന്റെ കുടലൂത്തുകാരായി മാറിയിട്ടുള്ള ഈ ഭരണകൂടം ആ നിലപാടുകൾ പിന്നോട്ട് പോകണം. കേരളത്തിലെ സാധാരണക്കാരന്റെ കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചവരെ ആക്ഷേപിച്ചുകൊണ്ടാണ് സംസാരിച്ചത്. കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞു, നിയമസഭ മുടക്കിക്കൊണ്ട് എപ്പോഴും മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല. പക്ഷേ ഇന്ന് മുന്നോട്ട് വെച്ചിട്ടുള്ള പരിയാരം മെഡിക്കൽ കോളേജിലെ ഫീസ് ഇളവ് ഉൾപ്പെടെയുള്ള സർക്കാർ ഫീസ് ഉറപ്പുവരുത്തുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അനുഭാവപൂർണമായിട്ടുള്ള തീരുമാനം കൈക്കൊള്ളുവാൻ ഈ സർക്കാർ തയ്യാറാകുന്നില്ലെങ്കിൽ അടുത്ത ദിവസം ഈ മെഡിക്കൽ കോളേജ് പരിസരത്ത് അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം ഉൾപ്പെടെയുള്ള സമരപരിപാടികളുമായി മുന്നോട്ട് പോകാൻ തീർച്ചയായിട്ടും കണ്ണൂരിലെ UDF നേതൃത്വവും അതുപോലെ തന്നെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ കേരളത്തിലെ യുവജന നേതൃത്വവും തീർച്ചയായിട്ടും തയ്യാറെടുപ്പ് ആരംഭിച്ചിരിക്കുന്നു. ഒരു സംശയമില്ല.
ഫീസ് കുറക്കാൻ തയ്യാറാണെന്ന് ഫസൽ ഗഫൂർ ആദ്യം പറഞ്ഞെങ്കിലും മറ്റ് മാനേജ്മെന്റുകൾ ഫസൽ ഗഫൂറിനെ ഞെരുക്കി തീരുമാനം മാറ്റിച്ചു. സമരത്തെ ചോരയിൽ മുക്കിക്കൊല്ലാനാണ് സർക്കാരിന്റെ ശ്രമമെങ്കിൽ അതിനെതിരെ ശക്തമായി പോരാടി വിജയിക്കാൻ യൂത്ത് കോൺഗ്രസ് മാത്രം വിചാരിച്ചാൽ മതിയെന്നും സതീശൻ പാച്ചേനി പറഞ്ഞു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. കാസർഗോഡ് ലോക്സഭാ മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സാജിദ് മോവൽ അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് കെ സുരേന്ദ്രൻ, സജീവ് ജോസഫ്, ജോഷി കണ്ടത്തിൽ, നൌഷാദ് ബ്ലാത്തൂർ തുടങ്ങിയവർ സംസാരിച്ചു. സീൽ ന്യൂസ്, തളിപ്പറമ്പ്. പരിയാരം മെഡിക്കൽ കോളേജിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ കൂട്ടായ്മയ്ക്കിടെ പ്രവർത്തകരുടെ പ്രതിഷേധം. പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയും നടന്നു. ദേശീയപാതയിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച പ്രവർത്തകർ KSRTC ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ തടയുകയും ചെയ്തു. LDF സർക്കാരിന്റെ സ്വാശ്രയ അഴിമതിക്കെതിരെയും പരിയാരം മെഡിക്കൽ കോളേജിലെ ഫീസ് ഗവൺമെന്റ് കോളേജിലെ ഫീസിനെ തുല്യമാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് കണ്ണൂർ, കാസർഗോഡ് ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജിന് മുന്നിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. ഉദ്ഘാടന പ്രസംഗം കഴിയുമ്പോഴത്തേക്കും പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ച് മെഡിക്കൽ കോളേജിലേക്ക് ഓടി. കവാടത്തിനടുത്ത് വെച്ച് പോലീസ് പ്രവർത്തകരെ തടഞ്ഞു. പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റവും ഉന്തും തള്ളുമുണ്ടായി. തുടർന്ന് മുതിർന്ന നേതാക്കളെത്തി ഇവരെ പിന്തിരിപ്പിച്ചു. ഇതിനിടെ പോലീസിന് നേരെ കല്ലേറും നടന്നു. തുടർന്ന് ഇവർ ദേശീയപാതയിലെത്തി റോഡ് ഉപരോധിച്ചു. വാഹനങ്ങൾ തടഞ്ഞു. KSRTC ബസ് ആക്രമിക്കാൻ ശ്രമിച്ചു. യാത്രക്കാർ പുറത്തിറങ്ങിയെങ്കിലും മുതിർന്ന നേതാക്കൾ ഇടപെട്ട് യാത്രക്കാരെ തിരിച്ചു കയറ്റി ബസ് വിടുകയായിരുന്നു. ബസ് സ്റ്റോപ്പിന് സമീപത്ത് വെച്ച് KSRTC ബസ്സിന് മുന്നിൽ കുത്തിയിരുന്നും പ്രതിഷേധിച്ച പ്രവർത്തകരെ മുതിർന്ന നേതാക്കൾ ഇടപെട്ടാണ് പിന്തിരിപ്പിച്ചതും. സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ പോലീസ് കനത്ത സുരക്ഷ ഒരുക്കിയിരുന്നുവെങ്കിലും പോലീസിനെതിരെ പ്രകോപനം ഉണ്ടാകുമെന്നതിനാൽ പലയിടത്തും പോലീസ് നിയന്ത്രിക്കാൻ എത്തിയിരുന്നില്ല. മുതിർന്ന നേതാക്കളുടെ ഫലപ്രദമായ ഇടപെടലിനെ തുടർന്നാണ് കൂടുതൽ സംഘർഷങ്ങൾ ഒഴിവായതും. സീൽ ന്യൂസ്, തളിപ്പറമ്പ്. സ്വാശ്രയ വിദ്യാഭ്യാസ കച്ചവടക്കാരെ കയറൂരി വിട്ട UDFകാരാണ് ഇപ്പോൾ സ്വാശ്രയത്തിന്റെ പേരിൽ നിരാഹാരം കിടക്കുന്നതെന്ന് CPM ജില്ലാ സെക്രട്ടറി P. ജയരാജൻ. കേരളത്തിൽ സ്വാശ്രയ കോളേജുകൾക്ക് അതിരുവിട്ട് അനുമതി നൽകിയത് AK ആന്റണിയാണെന്നും ജയരാജൻ. കണ്ണപുരം ചുണ്ടയിൽ റിജിത്ത് രക്തസാക്ഷി ദിനാചരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിദ്യാഭ്യാസ കച്ചവടക്കാർക്ക് LDF സർക്കാർ ഒത്താശ ചെയ്യുന്നു എന്ന് പറഞ്ഞ നിയമസഭയിൽ UDF നിരാഹാരം കിടക്കുന്നു. സ്വാശ്രയ വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ചത് AK ആന്റണിയുടെ നേതൃത്വത്തിലുള്ള UDF ഗവൺമെന്റാണ്. സ്വാശ്രയ വിദ്യാഭ്യാസ സമരവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനകത്ത് പോലും ഭിന്നത തലപൊക്കിയിരിക്കുകയാണെന്നും P. ജയരാജൻ പറഞ്ഞു. സ്വാശ്രയ വിദ്യാഭ്യാസ കച്ചവടക്കാർക്ക് ഇതാ പിണറായിയുടെ ഗവൺമെൻറ് ഒത്താശ ചെയ്യുന്നു. വിദ്യാഭ്യാസ കച്ചവടക്കാർക്ക് ഒത്താശ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിയമസഭക്കകത്ത് നിരാഹാര സമരം. സുഹൃത്തുക്കളെ, ആരാണ് ഈ സ്വാശ്രയ വിദ്യാഭ്യാസം കൊണ്ടുവന്നത്? LDF ആണ്. AK ആന്റണി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു 50-50, 50% മെറിറ്റ് സീറ്റ്, 50% മാനേജ്മെൻറ്റിന് സീറ്റ്. ആവശ്യപ്പെടുന്ന ആളുകൾക്കെല്ലാം സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊടുക്കും എന്ന് തീരുമാനിച്ചത് LDF അല്ല, AK ആന്റണിയുടെ നേതൃത്വത്തിലുള്ള UDFൻ്റെ ഗവൺമെൻറ്റാണ്. N. ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. N. ചന്ദ്രൻ, PP. ദിവ്യ, PK. നാരായണൻ, NM. നാരായണൻ, TV. ലക്ഷ്മണൻ, റിജിത്തിന്റെ പിതാവ് ശങ്കരൻ എന്നിവർ സംബന്ധിച്ചു. സീൽ ന്യൂസ്, ചെറുകുന്ന. തളിപ്പറമ്പ് കൂർഗ് ബോർഡർ റോഡിൽ അപകടക്കെണിയൊരുക്കുന്ന ജലസേചന വകുപ്പിന്റെ മാൻഹോൾ സ്ലാബിട്ട് മൂടി. അമ്മൻകുളത്ത് റോഡിനോട് ചേർന്ന് നിർമ്മിച്ച കുഴിയിൽ വീണ് നിരവധി വാഹനങ്ങളാണ് ഇവിടെ അപകടത്തിൽപ്പെട്ടിരുന്നത്. മെക്കാഡം ടാറിംഗ് നടത്തിയതോടെ വാഹനങ്ങൾ അമിത വേഗതയിൽ കടന്നുപോകുന്ന ഭാഗത്തായിരുന്നു ഒരാൾ ഉയരത്തിലുള്ള ഈ കുഴി. റോഡിനോട് ചേർന്ന് കുഴിയുള്ളതറിയാതെ നിരവധി ഇരുചക്ര വാഹനങ്ങളാണ് ദിവസേന ഇവിടെ അപകടത്തിൽപ്പെട്ടിരുന്നത്. അപകടക്കെണിയൊരുക്കുന്ന മാൻഹോളിനെ കുറിച്ച് സീൽ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നാണ് അധികൃതർ കണ്ണു തുറന്നത്. തുറന്നു കിടന്നിരുന്ന കുഴി സ്ലാബിട്ട് മൂടുകയും കാട് പിടിച്ചു കിടന്നിരുന്ന ഭാഗം വൃത്തിയാക്കുകയും ചെയ്തു. മാൻഹോൾ മൂടിയതോടെ ഇവിടെ ഉണ്ടാകുന്ന അപകടങ്ങളും അവസാനിക്കുമെന്ന വിശ്വാസത്തിലാണ് പ്രദേശവാസികൾ. സീൽ ന്യൂസ്, ആലക്കോട്. ആനകളുടെ പ്രാധാന്യവും അവയെ സംരക്ഷിക്കേണ്ട ആവശ്യകതയും ഓർമ്മിപ്പിച്ച് ഒരു ദിനം.
ലോക വന്യജീവി വാരാഘോഷത്തിന്റെ ഭാഗമായി ആനകളുടെ സംരക്ഷണം ലക്ഷ്യമിട്ട് കണ്ണോത്തുംചാലിലെ ഫോറസ്റ്റ് ഡിവിഷൻ ഓഫീസിലേക്ക് ബോധവൽക്കരണ റാലി നടന്നു. ചൊവ്വ ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്തു നിന്നുമാണ് റാലി ആരംഭിച്ചത്. വനംവകുപ്പ് സാമൂഹ്യ വനവൽക്കരണ വിഭാഗം, മലബാർ അവയർനെസ് റെസ്ക്യൂ സെന്റർ ഫോർ വൈൽഡ് ലൈഫ്, പ്രസാദ് ഫാൻസ് അസോസിയേഷൻ എന്നിവരുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ചൊവ്വ ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് നിന്ന് റാലി PK ശ്രീമതി MP ഫ്ളാഗ് ഓഫ് ചെയ്തു. വിദ്യാർത്ഥികൾ ആനയുടെ മുഖംമൂടി അണിഞ്ഞാണ് റാലിയിൽ അണിനിരന്നത്. പരിസ്ഥിതി പ്രവർത്തകൻ ഭാസ്കരൻ വെള്ളൂർ ക്ലാസ് എടുത്തു. ഫോറസ്റ്റ് ഒപ്ഷൻ കൺസർവേറ്റർ P ബിജു അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ആശ, ആഷ്ലി ജോസ്, റോഷ്നാഥ്, രമേശ് എന്നിവർ സംസാരിച്ചു. സീൽ ന്യൂസ്, കണ്ണൂർ. വളപട്ടണം പാലത്തിന്റെ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ വാഹനങ്ങൾ പുതിയതെരു, നാറാത്ത്, കാട്ടാമ്പള്ളി റോഡ് വഴിയാണ് പോകുന്നത്. ഗതാഗതക്കുരുക്കും രൂക്ഷം. എന്നാൽ PSCയുടെ ഫോറസ്റ്റ് ഗാർഡിലേക്കുള്ള കായികക്ഷമതാ പരിശോധനയും ഈ റോഡിൽ തന്നെ നടത്തിയപ്പോൾ തീരാ ദുരിതത്തിലായി ജനങ്ങൾ. വളപട്ടണം പാലത്തിൽ അറ്റകുറ്റപ്പണി നടക്കുകയാണ്. അതുകൊണ്ടുതന്നെ പുതിയതെരു, നാറാത്ത്, കാട്ടാമ്പള്ളി റോഡിൽ ഗതാഗതക്കുരുക്ക് പൊതുവെ രൂക്ഷമാണ്. ഇതിനിടെയാണ് PSC അധികൃതർ ഫോറസ്റ്റ് ഗാർഡ് കായികക്ഷമതാ പരിശോധന ഈ റോഡിൽ തന്നെ നടത്തിയത്. ഓട്ടം ഉൾപ്പെടെയുള്ള കായിക ഇനങ്ങളാണ് നടത്തിയത്. സ്റ്റെപ്പ് റോഡ് വരെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുത്തിയായിരുന്നു കായികക്ഷമതാ പരിശോധന. നെല്ലിക്കപ്പാലം, ചെക്കിക്കുളം ഭാഗത്തു നിന്നും മയിൽ, ശ്രീകണ്ഠാപുരം ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ കൊളച്ചേരി, കണ്ണാടിപ്പറമ്പ് സ്റ്റെപ്പ് റോഡ് വഴി കണ്ണൂരിലേക്ക് തിരിച്ചുവിട്ടു. ഇതോടെ ഗതാഗതക്കുരുക്ക് പലയിടത്തും രൂക്ഷമായി. ചെറുവാഹനങ്ങളടക്കം പോകാൻ കഴിയാതെ മണിക്കൂറുകളോളം പലയിടത്തും കുടുങ്ങി. വിദ്യാർത്ഥികളും ജീവനക്കാരും ഉൾപ്പെടെ ഏറെ വലഞ്ഞു. മുന്നറിയിപ്പില്ലാതെ അധികൃതർ റോഡ് തടസ്സപ്പെടുത്തി നടത്തിയ കായികക്ഷമതാ പരിശോധനയ്ക്കെതിരെ ജനങ്ങളിൽ നിന്നും പ്രതിഷേധവും ഉയർന്നു. ഇനിയും ഇത്തരത്തിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ കായികക്ഷമതാ പരിശോധന ഉൾപ്പെടെ നടത്തിയാൽ എന്തു വില കൊടുത്തും തടയാനാണ് നാട്ടുകാരുടെ തീരുമാനം. സീൽ ന്യൂസ്, കമ്പിൽ. വളപട്ടണം പാലം അടച്ചതിനെ തുടർന്ന് കാട്ടാമ്പള്ളി റോഡിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമായതോടെ PSCയുടെ കായികക്ഷമതാ പരിശീലനം തടസ്സപ്പെടുകയാണ്. ഇതിന് പരിഹാരം ആവശ്യപ്പെട്ട് അഴീക്കോട് മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ജില്ലാ PSC ഓഫീസറെ ഉപരോധിച്ചു. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് റിജിൽ മാക്കുറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ഉപരോധം. ബുധനാഴ്ച മുതൽ കായികക്ഷമതാ പരിശീലനം നടക്കുന്ന സ്ഥലം മാറ്റുമെന്ന് ജില്ലാ PSC ഓഫീസർ സുരേഷ് ബാബുവിന്റെ ഉറപ്പിനെ തുടർന്നാണ് ഉപരോധം അവസാനിപ്പിച്ചത്. സീൽ ന്യൂസ്, കണ്ണൂർ. വിലക്കുറവും അളവിലുള്ള വ്യത്യാസവും കാരണം കണ്ണൂർ മാപ്പിള ബേയിൽ മത്സ്യബന്ധന വള്ളങ്ങൾ എത്തുന്നത് കുറയുന്നു. ബോക്സ് 1-ന് 300 രൂപ വരെ വിലയിൽ വ്യത്യാസമുണ്ട്. മത്സ്യബന്ധന വള്ളങ്ങൾ ഏറെയും അഴീക്കലിലേക്കും ചാമ്പോലയിലേക്കുമാണ് പോകുന്നത്. കണ്ണൂർ മാപ്പിള ബേയിൽ മുൻപേ ദിനംപ്രതി 400-ലധികം മത്സ്യബന്ധന ബോട്ടുകളാണ് എത്തിയിരുന്നത്. എന്നാൽ അടുത്ത കാലത്തായി ഇവിടെ മത്സ്യങ്ങൾക്ക് വില കുറച്ചാണ് ലഭിക്കുന്നതെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. തൂക്കത്തിൽ വ്യത്യാസവുമുണ്ട്. 20ഓളം മുതലാളിമാർ ഒരു സംഘമായാണ് മത്സ്യം വാങ്ങുന്നത്. പുറമേ നിന്നുള്ളവർക്ക് മത്സ്യം വാങ്ങാനുള്ള അവസരവുമുണ്ട്. അയക്കൂറ, ചെമ്മീൻ എന്നിവയ്ക്ക് കിലോയ്ക്ക് വിലയിട്ടാണ് വിൽപ്പന. എന്നാൽ മറ്റ് മത്സ്യങ്ങൾ ബോക്സുകളായാണ് വിൽപ്പന നടത്തുന്നത്. ബോക്സ് 1-ന് 1200 രൂപ വരെ ലഭിക്കുമ്പോൾ അഴീക്കലിലും ചോമ്പാലയിലും 2000 രൂപ വരെ ലഭിക്കുന്നുവെന്ന് തൊഴിലാളികൾ പറയുന്നു. നിലവിൽ തൂക്കത്തിലും ഇവിടെ വ്യത്യാസമുണ്ട്. ഒരു ബോക്സിൽ 70 കിലോ വരെയാണ് കൊള്ളുക. എന്നാൽ 100 കിലോഗ്രാം വരെ അധികം നിറക്കാനാണ് നിർദ്ദേശം ലഭിക്കുന്നത്. ഇതും മത്സ്യത്തൊഴിലാളികളെയും വള്ളങ്ങളെയും മാപ്പിള ബേയിൽ നിന്ന് അകറ്റുകയാണ്. മത്സ്യവിൽപ്പനയിൽ ഇടനിലക്കാർ ഏറെയുണ്ട്. എന്നാൽ ഈ സീസണിൽ മത്സ്യലഭ്യതയും കുറവാണ്. 34 ഇൻബോർഡ് വള്ളങ്ങളും 200-ലേറെ ഔട്ട്ബോർഡ് വള്ളങ്ങളുമാണ് ഉള്ളത്. ഇതിൽ കൂടുതൽ ഭാഗവും അഴീക്കലിലേക്കും ചോമ്പാലയിലേക്കുമാണ് പോകുന്നത്. സീൽ ന്യൂസ്, കണ്ണൂർ. ശ്രീകണ്ഠാപുരം നഗരത്തിലെ അനധികൃത കച്ചവടത്തിനെതിരെ നടപടിയുമായി മുനിസിപ്പാലിറ്റി അധികൃതർ രംഗത്ത്. ബസ് സ്റ്റാൻഡ് പരിസരങ്ങളിലും കോട്ടൂർ സംസ്ഥാന പാതയിലുമാണ് അനധികൃത കച്ചവടം നടക്കുന്നത്. പുറമ്പോക്കിലും ലൈസൻസ് ഇല്ലാതെയും കെട്ടിട നമ്പർ ഇല്ലാതെയും പ്രവർത്തിക്കുന്ന കച്ചവട സ്ഥാപനങ്ങൾക്കെതിരെയാണ് ശക്തമായ നടപടികളുമായി നഗരസഭ രംഗത്തെത്തിയത്. ആദ്യഘട്ടത്തിൽ നോട്ടീസ് നൽകി നിശ്ചിത സമയത്തിനുള്ളിൽ ഒഴിഞ്ഞുപോകാൻ ആവശ്യപ്പെടും. ഒഴിഞ്ഞുപോകാത്ത പക്ഷം പോലീസ് സഹായത്തോടെ ഒഴിപ്പിക്കും. ഇത് സംബന്ധിച്ച് നഗരസഭാ അധികൃതർ കച്ചവടക്കാർക്ക് മുന്നറിയിപ്പ് നൽകി. ഇങ്ങനെ മുന്നറിയിപ്പ് നൽകിയിട്ടും അനധികൃത കച്ചവടങ്ങൾക്ക് യാതൊരു മാറ്റവുമില്ലാതെ ദിനംപ്രതി
ഓരോ ദിവസം കഴിയുന്തോറും കച്ചവടം അനധികൃതമായി പെരുകുകയാണ്. ഇത് നമ്മുടെ ബസ് സ്റ്റാൻഡ് സൗകര്യങ്ങളിലെ സാധാരണക്കാരായ ജനങ്ങൾക്കുള്ള യാത്രാ സൗകര്യമടക്കം തടസ്സപ്പെടുന്ന രൂപത്തിലേക്ക് മാറുമ്പോഴാണ് പോലീസിൻ്റെ സഹായത്തോടെ ഇത്തരം അനധികൃത കച്ചവടങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് തീരുമാനമെടുത്തത്. 5 മുതൽ ഇത്തരം അനധികൃത കച്ചവടങ്ങൾ നഗരസഭയിൽ അനുവദിക്കില്ലെന്നും ലൈസൻസ് എടുത്ത് നിയമപ്രകാരമുള്ള കച്ചവടം അനുവദിക്കുമെന്നും ഓരോ അനധികൃത കച്ചവടക്കാരോടും സ്വന്തം കെട്ടിടത്തിലേക്ക് മാറി അവർക്ക് അല്ലെങ്കിൽ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നതിന് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാമെന്നും സെക്രട്ടറിയും ഉദ്യോഗസ്ഥന്മാരും അറിയിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും നാളെ മുതൽ അനധികൃത കച്ചവടങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ പോലീസുമായി സഹകരിച്ച് വേണ്ട നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് സീൽ ന്യൂസ് ശ്രീകണ്ഠാപുരം. നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി മാടായിക്കാവിൽ അക്ഷരശ്ലോക സദസ്സ് നടന്നു. അന്നൂർ മഹാവിഷ്ണു ക്ഷേത്രം അക്ഷരശ്ലോക സമിതിയുടെ നേതൃത്വത്തിലാണ് പരിപാടി അവതരിപ്പിച്ചത്. അന്നൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ അക്ഷരശ്ലോക സമിതിയുടെ നേതൃത്വത്തിലാണ് അക്ഷരശ്ലോക സദസ്സ് ഒരുക്കിയത്. പി സരസ്വതി, പത്മിനി, ശ്യാമള, തമ്പായി, കുഞ്ഞിപ്പാർവതി, കെ പി രാധ എന്നിവർ നേതൃത്വം നൽകി. സീൽ ന്യൂസ് ചെറുകുന്ന്. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് പുനർനിർമ്മിക്കുന്ന കരുവഞ്ചാൽ വെള്ളാട് റോഡിന്റെ നിർമ്മാണ പ്രവൃത്തിക്ക് തുടക്കമായി. വെള്ളാട് ടൗണിൽ വെച്ച് നടുവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാലൻ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തു. കരുവഞ്ചാൽ ടൗൺ മുതൽ വെള്ളാട് വരെയുള്ള 3.5 കിലോമീറ്റർ ദൂരമാണ് 3 കോടി രൂപ ചെലവിൽ പുനർനിർമ്മിക്കുന്നത്. 5.5 മീറ്റർ വീതിയിൽ മെക്കാഡം ടാറിംഗ് നടത്തുകയും ഇരുവശങ്ങളിലും ഓവുചാലുകൾ നിർമ്മിക്കുകയും ചെയ്യും. റോഡിന്റെ വീതിക്കാവശ്യമായ സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇരുവിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കം നിലനിൽക്കെയാണ് നിർമ്മാണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം നടന്നത്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ആലക്കോട് എസ്ഐയുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘം സ്ഥലത്ത് നിലയുറപ്പിച്ചിരുന്നു. ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും മുഴുവൻ രാഷ്ട്രീയ നേതാക്കളും ജനപ്രതിനിധികളും ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിക്കാൻ എത്തിയിരുന്നു. സ്ത്രീകളടക്കമുള്ള 100 കണക്കിന് നാട്ടുകാരുടെ സാന്നിധ്യത്തിലാണ് ഉദ്ഘാടന ചടങ്ങ് നടന്നത്. റോഡ് വികസന സമിതി പ്രസിഡന്റ് ബേബി പുറവൻ തുരത്തിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോയ് കൊന്നക്കൽ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വി എ റഹീം, ഷൈനി വട്ടക്കാട്ട്, സജി കുറ്റ്യാനുമറ്റം, കെ ടി തോമസ്, ബിജു ഓരത്തേൽ, വി എ അപ്പച്ചൻ എന്നിവർ സംസാരിച്ചു. സീൽ ന്യൂസ് ആലക്കോട്. തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ഒടുവള്ളിത്തട്ട് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെയും നേതൃത്വത്തിൽ ഹെൽത്ത് സെന്ററും പരിസര പ്രദേശങ്ങളും ശുചീകരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി ലത ഉദ്ഘാടനം ചെയ്തു. ശുചീകരണ വാരാചരണത്തിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. കുടുംബശ്രീ പ്രവർത്തകർ, ഹെൽത്ത് സെന്റർ ജീവനക്കാർ, ആശാ വർക്കർമാർ തുടങ്ങി 100ഓളം പേർ ശുചീകരണത്തിൽ പങ്കാളികളായി. ഹെൽത്ത് സെന്ററിന് സമീപം കാട് പിടിച്ചുകിടന്ന ഏക്കർ കണക്കിന് പ്രദേശം മണിക്കൂറുകളെടുത്താണ് ഇവർ വെട്ടിത്തെളിച്ചത്. സമീപ പ്രദേശത്തെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുകയും കെട്ടിടങ്ങളുടെ മുറ്റവും വാർഡുകളും സംഘം ശുചിയാക്കി. ചപ്പാരപ്പടവ് പഞ്ചായത്ത് പ്രസിഡന്റ് പി ജെ മാത്യു, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി പി ഗോവിന്ദൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വി എ റഹീം, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സ്നേഹലത പോള, ഹെൽത്ത് ഇൻസ്പെക്ടർ എം ബി മുരളി എന്നിവർ നേതൃത്വം നൽകി. സീൽ ന്യൂസ് ആലക്കോട്. ഏഴോം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ കൊയ്ത്ത് കറ്റകെട്ടി യന്ത്രം ഉദ്ഘാടനവും കൊയ്ത്ത് ഉത്സവവും ഏഴോം പൊടിത്തടത്ത് നടന്നു. ഏഴോം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡി വിമല ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഏഴോം ഗ്രാമപഞ്ചായത്തിന് അഗ്രോ സർവീസിന്റെ ഒരു കൊയ്ത്ത് യന്ത്രം അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഉദ്ഘാടന ചടങ്ങ് കൂടിയാണ് ഇവിടെ നടത്താൻ വേണ്ടി പോകുന്നത്. കണ്ണൂർ ജില്ലയുടെ നെല്ലറിയാണ് ഏഴോം. നെൽകൃഷിയിൽ ഇതിനകം അസൂയാവഹമായ നേട്ടം കൊയ്യാൻ പഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്. കാർഷിക രംഗത്ത് യന്ത്രവൽക്കരണം നടപ്പാക്കുക വഴി വമ്പിച്ച നേട്ടമുണ്ടാക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. പുതുതായി എത്തിയ കൊയ്ത്ത് കറ്റകെട്ട് യന്ത്രം പഞ്ചായത്ത് പ്രസിഡന്റ് ഡി വിമല ഉദ്ഘാടനം ചെയ്തു. ADA ജോളി അലക്സ്, രാമകൃഷ്ണൻ മാവിലവീട് തുടങ്ങിയവർ സംബന്ധിച്ചു. സീൽ ന്യൂസ് ചെറുകുന്ന്. പ്രമുഖ സാക്ഷരതാ പ്രവർത്തകനായിരുന്ന പരിയാരം സെൻട്രലിലെ കെ വി ഗോപിനാഥൻ നിര്യാതനായി. 56 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 11 മണിക്ക് നടക്കും. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയായിരുന്നു മരണം. വൃക്ക സംബന്ധമായ അസുഖം കാരണം ചികിത്സയിലായിരിക്കെയായിരുന്നു മരണം. മികച്ച സാമൂഹ്യ സാക്ഷരതാ പ്രവർത്തകനുള്ള ദേശീയ പുരസ്കാരം മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയിൽ നിന്നും ഏറ്റുവാങ്ങിയിട്ടുണ്ട്. കൂടാതെ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് വിവിധ പുരസ്കാരങ്ങളും ഒട്ടേറെ തവണ നേടിയിട്ടുണ്ട്. മൃതദേഹം ബുധനാഴ്ച രാവിലെ 8 മണിക്ക് KKN പരിയാരം സ്മാരക ഹാളിൽ പൊതുദർശനത്തിന് വയ്ക്കും. 11 മണിക്ക് സംസ്കരിക്കും. സീൽ ന്യൂസ് തളിപ്പറമ്പ്. സീനിയർ സിറ്റിസൺ ഫോറം നേതൃത്വത്തിൽ സ്നേഹസംഗമം സംഘടിപ്പിച്ചു. കണ്ണൂർ സൗത്ത് ബസാർ മൈത്രി സദനത്തിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV സുമേഷ് ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് PN നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു. വാർദ്ധക്യകാലത്തെ മാനസിക പ്രശ്നങ്ങൾ കാരണവും പരിഹാരവും എന്ന വിഷയത്തിൽ ഡോക്ടർ E സ്വാലിദ് ക്ലാസ് എടുത്തു. നിരവധി പേർ പങ്കെടുത്തു. സീൽ ന്യൂസ് കണ്ണൂർ. ഇരിക്കൂർ ഉപജില്ലാ കലോത്സവം നവംബർ 8, 9, 10 തീയതികളിൽ നടക്കും.
കലോത്സവത്തിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗം ശ്രീകണ്ഠാപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. സംഘാടക സമിതി രൂപീകരണ യോഗം ശ്രീകണ്ഠാപുരം നഗരസഭാ ചെയർമാൻ പി രാഘവൻ ഉദ്ഘാടനം ചെയ്തു. മുഖ്യ രക്ഷാധികാരികളായി മന്ത്രി ഇ.പി. ജയരാജൻ, ജെയിംസ് മാത്യു എം.എൽ.എ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ.വി. സുമേഷ്, പി രാഘവൻ എന്നിവരെ തെരഞ്ഞെടുത്തു. സംഘാടക സമിതി ചെയർമാനായി പി രാഘവനെയും വൈസ് ചെയർമാനായി പി മുനീർ, കൺവീനറായി സി.പി. രാമചന്ദ്രൻ എന്നിവരെയും തെരഞ്ഞെടുത്തു. സീൽ ന്യൂസ്, ശ്രീകണ്ഠാപുരം. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലെ മികച്ച മെഡിക്കൽ എഞ്ചിനീയറിംഗ് സ്ഥാപനങ്ങളിൽ പ്രവേശനം ഉറപ്പാക്കുന്ന നീറ്റ്, JEE എന്നീ എൻട്രൻസ് പരീക്ഷകളെ ആസ്പദമാക്കി സയൻസ് എഡ്യൂക്കേഷൻ സെമിനാറും മോഡൽ പരീക്ഷയും സംഘടിപ്പിക്കുന്നു. സെമിനാർ ഒക്ടോബർ 11 ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1 മണി മുതൽ തളിപ്പറമ്പ് കോർട്ട് റോഡിലുള്ള സയൻസ് എഡ്യൂക്കേഷൻ സെന്ററിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കരിയർ ഗൈഡൻസ് ജില്ലാ കോർഡിനേറ്റർ N. രാജേഷ് നീറ്റ് അവസരങ്ങളും സാധ്യതകളും എന്ന വിഷയത്തിലും എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷകളെ ആസ്പദമാക്കി ഡോക്ടർ പത്മേഷും KVPY സ്കോളർഷിപ്പും പരീക്ഷയും എന്ന വിഷയത്തിൽ രാഹുൽ ശശികുമാറും ക്ലാസ് എടുക്കും. നീറ്റ്, JEE എന്നീ പരീക്ഷകളെ ആസ്പദമാക്കി നവംബർ 20 മാതൃകാ പരീക്ഷയും സംഘടിപ്പിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 042022035555 9526446333 എന്ന നമ്പറുകളിൽ ബന്ധപ്പെടുക. വാർത്താ സമ്മേളനത്തിൽ പ്രോഗ്രാം കൺവീനർ പ്രീത സുരേഷ്, ഡയറക്ടർ NV രമേശ്, MV ഷൈജു എന്നിവർ പങ്കെടുത്തു. സീൽ ന്യൂസ്, തളിപ്പറമ്പ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മേക്കുന്ന് കനകമലയിൽ IS പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത സംഭവം കൂടുതൽ പേർക്കായി ഐ-ബ്യൂറോ മിലിറ്ററി ഇന്റലിജൻസ് സംഘം കണ്ണൂരിലേക്ക്. കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ല കേന്ദ്രീകരിച്ച് അന്വേഷണം ശക്തം. സ്വാശ്രയ മെഡിക്കൽ കോളേജ് പ്രവേശനത്തിൽ പരിയാരം മെഡിക്കൽ കോളേജിലെ ഫീസ് കുറയ്ക്കണമെന്നാവശ്യപ്പെട്ട് പരിയാരത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ പ്രതിഷേധ കൂട്ടായ്മയിൽ സംഘർഷം. പോലീസുമായി വാക്കേറ്റവും കയ്യാങ്കളിയും, റോഡ് ഉപരോധിച്ചു. KSRTC ബസ്സുകൾ ഉൾപ്പെടെ തടഞ്ഞു. പിണറായി വിജയന്റെ ധിക്കാരവും ധാർഷ്ട്യവുമാണ് സ്വാശ്രയ സമരത്തിനിടയാക്കിയതെന്ന് KPCC ജനറൽ സെക്രട്ടറി സതീശൻ പാച്ചേനി. സ്വാശ്രയ വിദ്യാഭ്യാസ കച്ചവടക്കാരെ കയറൂരി വിട്ട UDF-കാരാണ് സ്വാശ്രയത്തിന്റെ പേരിൽ നിരാഹാരം കിടക്കുന്നതെന്ന് CPM ജില്ലാ സെക്രട്ടറി P. ജയരാജൻ. കേരളത്തിൽ സ്വാശ്രയ കോളേജുകൾക്ക് അതിരുവിട്ട് അനുമതി നൽകിയത് AK ആന്റണിയെന്നും P. ജയരാജൻ. വിലക്കുറവും തൂക്കത്തിലുള്ള വ്യത്യാസവും മത്സ്യബന്ധന വള്ളങ്ങൾ കണ്ണൂർ മാപ്പിള ബേയിലേക്കും എത്തുന്നില്ല. വള്ളങ്ങൾ പോകുന്നത് അഴീക്കലിലേക്കും ചാമ്പോലയിലേക്കും. ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നമസ്കാരം.